ഹലോ സാർ, ഞാൻ നാളെ ഒരു സ്ഥലത്ത് ഉണ്ടാവില്ല. അപ്പൊ അതിന് പകരമായിട്ട് ഞാൻ എന്റെ മാനേജർ രാമാനുജന് ഞാൻ അങ്ങോട്ട് വിട്ടാൽ മതി. ഓക്കെ സാർ. ഹലോ, ഞാൻ പറയണ്ട, രാമാനുജൻ മാത്രം വന്നാൽ മതി. ഓ ശരി സാർ. എല്ലാവർക്കും രാമാനുജന് മതി. അയ്യോ, നീ എവിടെയായിരുന്നു? അവിടെയൊക്കെ തന്നെ ആണല്ലേ. എടാ, നാളെ നീ ഒന്ന് തൃശ്ശൂർ വരെ പോണം. ഒരു ക്ലയന്റ് ഉണ്ട്, ഒന്ന് കാണാൻ പോ. നീ വരുന്നില്ലേ? ഞാൻ വരണ്ടെന്നാണ് ക്ലയന്റ് പറയുന്നത്. നീ മാത്രം പോയാ മതി എന്ന്. അയ്യോ, ഇത് പണിയല്ല, എന്തോ കെണിയാണെന്ന് എനിക്കറിയാം. എന്താടാ നീ ഭയങ്കര നെഗറ്റീവായിട്ട് പെരുമാറണത്? നീ എന്ത് വരാത്ത? എടാ, ഞാൻ കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണെങ്കിൽ എന്താ വണ്ടിക്ക് ചെലവ് കൂടുതലല്ലേ? നീ പോവാണെങ്കിൽ ആ ചെലവ് മാത്രം കൊടുത്താ പോരെ? ഓ, സംഭവം എനിക്ക് മനസ്സിലായി. അവിടെ നിനക്ക് വണ്ടിക്കൂലി ലാഭിക്കാം. അവിടെ പോയതിനു ശേഷം ആശുപത്രി ചെലവ്, കാരണം അടിമൊത്തം എന്റെ നെഞ്ചത്തായിരിക്കുമല്ലോ ഒന്ന് വീഴുന്നത്, ഞാൻ കൊടുക്കണ്ടേ? ഓ, നീരായിട്ട് ഭയങ്കര നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങും. ഒരു നെഗറ്റീവും ഇല്ലല്ലേ. ഒരു കാര്യം ഞാൻ പറയട്ടാ, ഞാൻ നല്ല ഒരു ഐഡിയ ആയിട്ട് വന്നപ്പം നീ എനിക്ക് നല്ല ഒരു കെണിയായിട്ടാ വന്നിരിക്കുന്നത്. എന്ത് പറയാ? എടാ നീ നീ അത് വീട് ആ ഐഡിയ പറഞ്ഞു. ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാ പറ. ഞാൻ അത് മറന്നു. നീ പറ. അല്ലയാ, നിന്റെ അടുത്ത് ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്. സംഭവം വേറൊന്നുമല്ല, നമ്മൾ നടത്തുന്ന കല്യാണം മൊത്തവും പൊളിഞ്ഞ് അവസാനം അത് ഡിവോഴ്സ് കേസായി ക്ലാരയുടെ അടുത്താണ് എത്തുന്നത്. ഇത് മൊത്തത്തിലൊരു പരാതി ഉണ്ട്. ഞാൻ ആലോചിച്ചപ്പോ നാട്ടുകാരുടെ ആ പരാതി നമുക്കൊരു ബിസിനസ് ആയിട്ട് അങ്ങ് എടുത്തൂടെ? പരാതി ബിസിനസ്സാ? എനിക്ക് മനസ്സിലായി. എടാ, സംഭവം വേറൊന്നുമല്ല, നമ്മൾ ഇങ്ങനെ കെട്ടിച്ചവർ ഡിവോഴ്സ് ആയിട്ട് പിരിഞ്ഞു പോയി. ഇവരെ നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒരുമിപ്പിച്ചൂടെ? എടാ, ഈ ഡിവോഴ്സ് ആയി പോയവര് വീണ്ടും വന്നു ഒന്നിക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ല. പോയതാണത്. പിന്നെ അല്ല, ഇതൊന്നും നടപടിയാണ് കേസൊന്നുമല്ല. എടാ, എനിക്കൊരു ഐഡിയ. എന്തോന്ന്? നീ നേരത്തെ പറഞ്ഞ ഈ ഒരു കപ്പിളും പിന്നെ വേറൊരു കപ്പിളും ഇവര് തമ്മിൽ വേർപിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചൊന്ന് യോജിക്കാനല്ലേ പാട്? അതത്രേ ഉള്ളൂ. അതിന് പകരം ഇത് ഇങ്ങനെ വന്നാലും റിവേഴ്സ് മാരേജ്. അതെ, അതാണ് നമ്മുടെ ബിസിനസ്. അതിന് സാധ്യത ഉണ്ടല്ലോ. ഉണ്ട്. ഭയങ്കര സൂപ്പർ. അതുകൊണ്ടാണ് ഞാൻ ഈ കമ്പനിയുടെ മുതലാളി, ഈ തൊഴിലാളി. പക്ഷേ നമുക്ക് ഒരു കാര്യം വേണം. എന്തുവാ? ഈ ഡിവോഴ്സ് ആയ ആൾക്കാരുടെ മൊത്തം ഡേറ്റ. അല്ലയാ, നമ്മൾ നടത്തിയ കല്യാണത്തിന്റെ ഡിവോഴ്സ് ആയതിന്റെ ഡേറ്റ കിട്ടിയിട്ട് കാര്യമില്ല. അവിടെ ചെന്നാൽ നല്ല ഐഡിയ ഒരു കൂമ്പിൽ തരും. നമ്മളിപ്പം ചെയ്യേണ്ടത്, മറ്റുള്ളവന്മാർ നടത്തിയ കല്യാണം, അത് ഡിവോഴ്സ് ആയ കേസുകളുണ്ട്, അത് ക്ലാരയുടെ കയ്യിലുണ്ട്, അത് നമ്മൾ പൊക്കണം. എന്നാവാ നമുക്ക് ചോദിക്കാം. നീ ചെന്ന് ചോദിക്കും, അവൾ ഇപ്പം എടുത്തങ്ങോട്ട് തരും. എടാ, അതല്ലെന്ന്, നമ്മളത് അടിച്ചു മാറ്റണം. മോഷ്ടിക്കണോ? എടാ, ഇവിടെ ആരുമില്ല. അതല്ലേ ഞാൻ പറഞ്ഞ രാത്രി വന്നാൽ മതിയെന്ന്. നീ പോ, ഞാൻ വരാം. അത് പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെ? നീ ഇവിടെ പറ. എടാ, ക്ലാരയൊക്കെ വരുമ്പോ നോക്കണ്ടേ ആള് വരണമെന്ന്. ഇത് കഷ്ടം തന്നെ. അതില് നോക്ക് നീ. പഴയ പേപ്പറാണ് നിന്നൊക്കെ കാണുന്നത്. ഇതിനകത്തൊന്നും ഒന്നുമില്ലല്ലോ. എടാ, അതിനകത്ത് നോക്കടാ ഒന്ന്. ഓ, ഇതൊക്കെ കുറച്ച് കണക്കും. നിങ്ങളെന്താ ഈ സമയത്ത് ഈ ഓഫീസില്? എന്റെ ഭാര്യയുടെ ഓഫീസിൽ എനിക്ക് ഇഷ്ടമുള്ളപ്പോ കയറാൻ. അതൊക്കെ ശരി, പക്ഷെ ഇവിടെ നിങ്ങൾ എന്തോ തപ്പേന്ന് എനിക്കറിയണം. നിനക്കറിയണോടാ? നമ്മള് വന്നപ്പോ ഇപ്പൊ ഇതിനകത്തോട്ട് എന്തോ തപ്പാൻ മാഡം, ഞാൻ വന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടി എന്തോ തെരഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഞാൻ കണ്ടതാ.
ആരുടെ ഓഫീസ് ഓ നിനക്ക് മനസ്സിലായിട്ടില്ല ഇത് ആരുടെ ഓഫീസാണല്ലേ? ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്താടാ അളിയാ പറ്റിയത് നമുക്കടാ. എന്താ കാര്യം പറ. അപ്പൊ എന്താണെന്നറിയോ, ഞങ്ങൾ നടന്നു വന്നപ്പോ നമ്മൾ വിചാരിച്ചു നമ്മുടെ ഓഫീസാണെന്ന്. അപ്പൊ ഇവൻ അതിനകത്ത് നിന്നപ്പോ ഇവ മുണ്ടോ മോട്ടിക്കാൻ വന്നെന്നും പറഞ്ഞു നമ്മൾ കരുതില്ല. സോറി. നിർത്തടാ നാടകം നിർത്തടാ. നീയേ മണ്ടനായിരിക്കാം, നിന്റെ കൂടെ നടക്കുന്ന സേതു മരമണ്ടനും ആയിരിക്കാം, പക്ഷെ ഞാൻ മണ്ടിയല്ല കേട്ടോ. ചുമ്മാ പറ്റിക്കാൻ നോക്കല്ലേ. പറ സത്യം പറ, എന്തിനാ വന്നേ? ഉള്ളാരും പറയല്ലേ, നമ്മുടെ കൈ പരിശുദ്ധം. എന്തായാലും നിങ്ങളോട് എന്തിനാ വന്നേന്ന് ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയാൻ പോകുന്നില്ല. പക്ഷെ നാളെ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അറിഞ്ഞ അയ്യൊക്കെ അപ്പൊ കാണാം. എന്തെങ്കിലും ഉടായി പണ്ടെന്ന് അറിഞ്ഞാ സത്യം തന്നെ പറയാട്ടോ. കളി മാറും. നീ വന്നേ നീ വന്നേ. ഒരു പഴയ മാത്രം പറയുള്ളൂ. വല്ല കാര്യം ഉണ്ടാണ്. വെറുതെ കയറി ആ കുമസ്തനെ ഇടിക്കുകയും ചെയ്ത്. അങ്ങനെ വെറുതെ കയറി ഇറങ്ങി വന്നവനല്ലടാ ഈ സേതു മാധവൻ. ആ വെറുതെ അല്ല, ഇപ്പൊ കള്ളനെന്നുള്ള ചീത്തപ്പേരോടെ കിട്ടിയില്ലേ മോനെ. നീ മൊത്തം നോക്കി കണ്ടാ എന്തോടത്? എടാ ഇത് മൊത്തം ഡാറ്റാസാ. പിന്നെ ഡിവോഴ്സ് ആയിട്ടുള്ള ലിസ്റ്റ് ആണ് മൊത്തം. നീ നേരത്തെ അവന്റെ കൊങ്ങ കയറി പിടിച്ചില്ല ഗുമസ്താന്റെ. അപ്പോഴേക്ക് ഞാനിത് കയറി അങ്ങ് പൊക്കി. അളിയനെ സമ്മതിച്ചളിയാ, സൂപ്പർ ബുദ്ധി തന്നെ നിന്റെ. എടാ അതുകൊണ്ടാണ് നീ തൊഴിലാളിയും ഞാൻ സേതു ഹാപ്പി വെഡിങ് പ്ലാനിന്റെ മുതലാളിയും. എടാ ക്ലാര വരുന്നുമ്പോ നീ വരാൻ നോക്ക്, നിന്റെ കൊറേ ഡയലോഗും. അമ്മ 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 നീ വിളിക്കുന്നത് എന്നെയാണെങ്കിലും വേറെ ആരെയോ കേൾപ്പിക്കാൻ വിളിക്കുന്ന പോലെ ഉണ്ടല്ലോ. അയ്യോ ഞാൻ അമ്മേനെ തന്നെ വിളിച്ചതാ. ഒന്നും ഇല്ലെങ്കിലേ ഇത്രയും പ്രായമായി അമ്മയ്ക്ക് എന്നുള്ള വിചാരം വേണ്ടേ നിനക്ക്? അല്ല നീ ഇതിപ്പോ ആരക്കാട്ടിക്കാനാ ഈ കത്തിവേഷത്തില്? ചോദിക്ക്, അങ്ങനെ ചോദിക്ക്. അമ്മയ്ക്കൊരു വിചാരം ഉണ്ടായിരുന്നല്ലോ ഞാൻ ജോലിക്കും കൂലിക്കും ഒന്നും പോവാണ്ട് വെറും ഒരു പാഴ്ത്തടിയായി പോകുന്നു. ആ വിചാരത്തിന് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. പിന്നെ ഈ പാഴ്ത്തടിയിൽ മേക്കപ്പെട്ടാലേ ചന്ദനത്തടിയൊന്നും ആവില്ലല്ലോ. എന്തു പറഞ്ഞാലും പുച്ഛം. നിങ്ങൾ ഇതെല്ലാം മാറ്റി പറയുന്ന ഒരു ദിവസം വരും, നോക്കിക്കോ. ഓ എന്റെ ഈശ്വരാ, എന്നിട്ട് എനിക്ക് മരിച്ചാ മതിയേ. മീനു വന്ന് വന്ന് മുതിർന്ന ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണ്ടെന്ന് നിനക്ക് അറിയില്ലാണ്ടായിരിക്കണം. ഇങ്ങനെയാണോ ഒരു കൊച്ചനോട് സംസാരിക്കണേ? അയ്യോ എങ്ങനെയാ സംസാരിക്കണ്ടെന്ന് എനിക്കൊന്ന് പഠിപ്പിച്ചു തരാമോ? എന്തിനാ പഠിപ്പിച്ചു തരണേ? നീ കണ്ടു പഠിച്ചൂടെ? ആനിക്കുഞ്ഞമ്മയെ കണ്ടു പഠിക്ക്. അടക്കവും ഒതുക്കവും കുലീനതയും ഈ പറയണ സാധനങ്ങളൊന്നും എനിക്കില്ല. അയ്യോ ഉണ്ട്. കൊച്ചച്ച ഈ ചീന ഡ്രസ് ഇട്ടോണ്ട് വന്നിട്ട് ഇമാതിരി ഡയലോഗ് അടിച്ചാ കുഞ്ഞമ്മ വീഴൂല. അയ്യോ അതിനു വേണ്ടി പറഞ്ഞതല്ല. അതെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എനിക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. ജോലി ശരിയായ ചിലപ്പോ ഞാൻ ഇന്ന് തന്നെ അമേരിക്കക്ക് പോകും. എനിക്ക് പാസ്പോർട്ട് ഉണ്ടോ? അയ്യോ പോവല്ലേ ആനി, ഒന്ന് വാ, ഒരു കാര്യം പറയട്ടെ പ്ലീസ്. എന്താടാ വാ ആനി, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കൊച്ചച്ചൻ ഇപ്പൊ എന്താ പറയുന്നത്? കൊച്ചച്ചൻ ഓർമ്മയുണ്ടോ? മീനു മുതിർന്ന ആൾക്കാർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിനക്ക് എന്താ കാര്യം? നീ കയറി പോയാകത്ത്. ഒരു ചീഞ്ഞ ഡ്രസ് ഇട്ടോണ്ട് ഡയലോഗ് അടിക്കുന്നു. ചീഞ്ഞ ഡ്രസ്സാ? നിങ്ങളൊന്ന് മനസ്സിലാക്ക്, ഞാൻ ഇന്ന് തുടങ്ങി ഉത്തരവാദിത്തമുള്ള പുതിയൊരു മനുഷ്യനായിരിക്കും. സത്യം, അത് പോരെ? ഡയലോഗ് കുഴപ്പമില്ലടാ, അടിപൊളിയാ അടിപൊളി. പക്ഷേ നിന്റെ മോഡുലേഷൻ ശരിയല്ല. എന്ത് മോഡുലേഷൻ? നീ അഭിനയിക്കാൻ പോകുന്ന സാധനത്തിന്റെ ഡയലോഗ് മോഡുലേഷൻ ശരിയല്ലെന്നായി പറഞ്ഞത്. അച്ഛാ എന്താ മക്കളെ, നീ ജനിച്ചപ്പോ തൊട്ട് കാണാൻ തുടങ്ങിയ ഞങ്ങള് നിന്റെയൊക്കെ ഓരോ ചലനം കാണുമ്പോ അതെന്താന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയും. അയ്യോ എനിക്ക് സത്യമായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട്. എന്റെ ലുക്ക് നോക്കച്ചാ. എടാ ജോലി കിട്ടിയെന്ന് എനിക്ക് നല്ലത്, ഞങ്ങൾക്ക് സന്തോഷവും. ജോലി കിട്ടും. ഞങ്ങൾ അമേരിക്കക്ക് പോവുകയും ചെയ്യും. കൊല്ലാൻ നോക്കുന്നോടി. എന്റെ പൊന്നുമക്കളെ, അവസാനം പട്ടിണി കിടന്ന് ചത്തു എന്നുള്ളൊരു വാർത്തയും കൂടെ കേൾപ്പിക്കല്ലേ. എങ്ങനെയാണ് പിന്നെ ഒരു മനുഷ്യൻ നന്നാവണത്? വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ കൊല്ലാകൊലല്ലേ ചെയ്തു വിടുന്നത്? അതെ എന്റെ ഭർത്താവ് എവിടെ? എന്തോ ചേച്ചി? ഇന്നും കൂടെ ചെയ്തേ എല്ലാരും കാണുള്ളൂ. നിന്റെ അച്ഛനെ ഞാൻ കൊല്ലാൻ പോവാ. എന്ത് പറ്റി മോളെ? എന്റെ പൊന്നച്ഛ
വരട്ടെ രണ്ടുപേരും ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്താടാ നിനക്കൊന്ന് വൈകി എന്ത് കോലടാ അത്? അതെ അമ്മ, കൊച്ചച്ഛൻ ഒരു ഇന്റർവ്യൂ നാടകം കളിക്കാൻ നോക്കിയതാ, പക്ഷെ തീഞ്ഞുപോയി, ഒത്തില്ല. എനിക്കിന്ന് ചേട്ടനും കൊള്ളാം, ആനിയനും ബെസ്റ്റ്. കേറി പോടാ അതോട്ട്, ചുമ്മാ നിന്ന് മുക്കുവാടെ. സോറി തമന രാജമൗലി, ബാഹുബലി പാർട്ട് 3 എടുക്കണമെന്ന് ഞാൻ കണ്ടില്ല. നമ്മളെ കൂടെ ഒന്ന് കയറ്റി ഇടക്കിടക്കി, എന്നിട്ട് നമ്മളെ കൂടെ ഒന്ന് ഏറി കയറ്റിത്താ. ഞാനേ ഏറി കയറുന്നതിന് മുമ്പേ എന്റെ അമ്മ നിങ്ങളെ ഏറി കയറില്ല. അമ്മ എത്തിയാ? അമ്മയെ വിളിച്ച എന്തിനു ഇറങ്ങി പറഞ്ഞ? ക്ലാരെ വിളിയടാ. വരുന്നുണ്ട്. ആ വളരെ നിനക്കെപ്പോഴും പരാതിയല്ലേ എന്റെ ബിസിനസ് ഒരിക്കലും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന്. ഇനി നീ നോയിക്കോ, ഞങ്ങളുടെ ബിസിനസിന് വെച്ചടി കയറ്റത്തിലോട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ, നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ ദിവസം എന്റെ ഓഫീസിൽ കയറുന്നത് എന്തിനായിരുന്നു? അത് ഇട്ടത്ത് ഓഫീസ് മാറിപ്പോയതാന്ന് പറഞ്ഞിട്ടേ. ദേ നിങ്ങൾ ഇരുട്ടത്ത് കയറുതേ ഞാനൊരു മോഷണ കേസായിട്ട് അങ്ങ് ഫയൽ ചെയ്തോണ്ടല്ലോ, രണ്ടും തൂങ്ങും. പിന്നെ സ്റ്റേഷനോ കോടതിയും പറഞ്ഞ് നടക്കേണ്ടി വരും. അതെ, ഈ പോലീസ് കോടതി എന്നൊക്കെ പറയണത് ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധവും. നീയൊക്കെ എന്ത് തോന്നിയ ദിവസമായി കാണിച്ചു വെച്ചേക്കുന്നത്? തോന്നിവാസവും വീട്ടുകാർക്ക് ഗിഫ്റ്റ് മേടിച്ചോണ്ടെങ്കിൽ തോന്നിവാസവും അത് പിടിച്ച് അച്ഛനും ഉണ്ട് ഗിഫ്റ്റ്. അച്ഛനും ഒരുപാടാവുന്നത്. ഞാൻ നീയൊക്കെ ആരെയോ കെട്ടിക്കാൻ നടക്കുന്നത് ക്ലാരമോന് പറഞ്ഞല്ലോ. ഓഹോ, ക്ലാരമോള് പറയും, അല്ലെങ്കിൽ ഞാനിവിടെ രക്ഷപ്പെടുന്ന അവൾക്ക് ഇഷ്ടമല്ലല്ലോ. അച്ഛാ, ഒന്നിപ്പിക്കേണ്ടവരെ നമ്മൾ ഒന്നിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. എന്റെ പൊന്ന് ചെയ്തു, അവരെന്തിനാ പിരിഞ്ഞെന്നുള്ള ആദ്യം ചെയ്തു അറിയണം. മിസ്സിസ് ക്ലാര, അത് പാസ്റ്റ്, ഇത് പ്രസന്റ്. ആ പിണങ്ങി പോയവരെ നമ്മൾ വീണ്ടും ഒന്നിപ്പിക്കുന്നു. അതാണ് സേതുസ് വെഡിങ് പ്ലാനർ. ഓക്കെ, ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. ഇല്ല കുമ്മസ്താൻ കണങ്ങപ്പ എനിക്ക് എന്തോ പണിയായിട്ട് വരികയാണ്. മാഡം, എല്ലാവരുടെയും ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ എത്തും. ആര്? അതെ, നിങ്ങൾ ചീറ്റ് ചെയ്ത് കല്യാണം കഴിപ്പിക്കാൻ നോക്കിയവരില്ലേ അവര്. ചീറ്റോ? എത്തി. എന്റെ സാറേ, വളരെ രഹസ്യമായിട്ട് വെച്ചൊരു കാര്യമുണ്ട്. ഇതെങ്ങനെ ക്ലാര എറിഞ്ഞു? എന്റെ കല്യാണല്ലേ, ഞാൻ മാഡത്തിനെ വിളിച്ചു പറഞ്ഞു. സാറ് വിളിച്ചു പറഞ്ഞതാണ്. കണാപ്പൻ ചുമ്മാതല്ല നിന്റെ ആദ്യ ഭാര്യ നിന്നെ കളഞ്ഞിട്ട് പോയത്. കുഞ്ഞെ ഇവനെയോ വിവരമില്ല. കുഞ്ഞെന്തിട്ട് വിളിച്ചു പറയാൻ പോയി? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അത് ഞാൻ വിളിച്ചു പറഞ്ഞേ. സാറാണാ വിളിച്ചു പറഞ്ഞ? എന്റെ സാറേ, ആ കൊച്ചിനായിട്ട് ഡിവോഴ്സ് കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനു വിളിച്ചു പറയാൻ പോയി? വോയിസ് ആയെങ്കിലും ഞാൻ അവളെ വാച്ചി ഉണ്ടായിരുന്നു. ഓ, അതൊക്കെ ഉണ്ടായിരുന്നു. അവള് വേറെ കല്യാണം കഴിക്കാൻ പോണെന്ന് പറഞ്ഞു. അതെനിക്ക് ഇഷ്ടമായില്ല. അപ്പൊ എന്റെ കാര്യം വിളിച്ചു പറഞ്ഞപ്പോ അവളുടെ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞു. അതിന്റെ കാര്യം എന്തായിരുന്നു? എനിക്ക് പുതിയ വീട് കിട്ടിയില്ലേ? നീ എന്തിനു ഇവരിങ്ങോട്ട് വിളിച്ചു വെച്ചത്? എന്റെ ചെയ്തു, അവര് ഏത് ആപത്തിലാന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ. അതെ, ചേരേണ്ടവരെ ചേരുള്ളൂ. കണ്ടില്ലേ, നിനക്ക് അകപ്പാടെ ഈ ആൾക്കാരെ പിരിപ്പിക്കാനല്ലേ അറിയുള്ളൂ. അതളിയ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഏത് ബന്ധം വേർപിരിപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നുള്ളൂ ഒരു പിരിപ്പിരി കാര്യം. നീ പോടാ, നിനക്കറിയോ അതിന്റെ റീസൺ എന്താന്ന് ഇവര് പിരിയാനുള്ളത്? അയ്യോ, അത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അവര് തമ്മിൽ പണ്ടേ പിരിഞ്ഞു പോയവർ ഇപ്പൊ അവർക്ക് ഒന്നിക്കണമെന്ന് തോന്നി നമ്മൾ ഒരുമിപ്പിച്ചു. അപ്പൊ അതിനെന്താ പ്രശ്നം? പോടാ, ഇല്ലടാ, അവരോട് വരാൻ പറ. എല്ലാരും അവരിപ്പോ എന്റെ ക്ലയന്റ് ആണ്. മിണ്ടാന് പാർക്ക്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ എങ്ങനെയും ഇത് ഒരുമിച്ചൂടെ കൊണ്ടുവന്നത്. നമ്മളെ ജീവിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇഴിച്ചാൽ കയറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരാടാ എന്റെ സ്റ്റാഫിനോട് സംസാരിക്കാൻ വേണ്ടി പറയാം? നിനക്ക് എന്തിനോട് എന്നോട് എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ മനസ്സിലായല്ലോ? അതാ പുള്ളിക്കാരോടല്ല. ക്ലാരെ എന്നോട് സംസാരിച്ച് അടിക്കുവേ ഞാൻ. നീ അടിക്കോ? അടിക്കും. അടിക്കോ? അടിക്കും. അടിക്കടാ. നിന്നെ അല്ല, നീ എന്ത് പറഞ്ഞാലും ഫസ്റ്റ് അടി അവനായിരിക്കും. കാണുന്നില്ലേ എന്ത് ധൈര്യമാണ് എന്റെ സ്റ്റാഫിനെ അടിക്കാൻ വേണ്ടി? അപ്പൊ ഞാൻ അടിച്ചാലേ കുഴപ്പമുള്ള, എനിക്ക് അളിയും കയറി അടിയില്ല. എന്റെ ഓഫീസിൽ വന്ന് സാധനങ്ങൾ മോഷ്ടിച്ചോ വരാ, എന്നിട്ട് ചുമ്മാ കിടന്ന് ഉരുണ്ട് കളിക്കുന്നോ? ആര് മോട്ടിച്ച്? എന്താ മോട്ടിച്ച്? നീ
പഴം പോലെയല്ലേ ഇവൻ നിൽക്കുന്നത്. നീ എന്തിനാ ഇതിനിടെ കിടന്ന് സംസാരിക്കുന്നത്? കഷ്ടപ്പെട്ടത് ഞാനാണ്, നിന്റെ ഈ പഴമല്ല. ആ അപ്പൊ കേറിയ സത്യം തന്നെയല്ലേ, മോഷ്ടിക്കാൻ തന്നെയാ നീ കയറുന്നത് അല്ലേ? നീ കണ്ടായിരുന്നോ? ഞാൻ കണ്ടു, ഞാനും കണ്ടു, എന്റെ ഗുമസ്തനും കണ്ടു നിങ്ങൾ ഓഫീസിൽ കയറുന്നത്. അത് നമ്മൾ ഓഫീസ് മാറി കയറി തന്നതല്ലേ? ഏത് അച്ഛൻ ഇതെല്ലാം കാണുന്നതല്ലേ? എന്തിനാണ് ചെയ്ത് എന്റെ ഓഫീസിൽ കയറുന്നത്? എന്നിട്ട് സേതു എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ നോക്ക്. നീ കുറെ നേരം നീയും പറഞ്ഞു ഇവളും പറഞ്ഞു പഴമൊന്നും നിന്റെ വായനടി പഴ കൊല കുത്തി ഞാനാ ഇവിടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്ന സേതു. സേതു ഇതുവരെ ഒരു കാര്യം മിണ്ടിയിട്ടില്ല, മനസ്സിലാവുണ്ടോ? എങ്ങനെ മിണ്ടോടി? നീ വാടച്ചല്ലേ എനിക്കൊരു ഗ്യാപ്പ് പറ, എന്തിനാ എന്റെ ഓഫീസിൽ ഇരുന്ന് പറ? നീ ഭാര്യയാ മതി, അല്ലാണ്ട് നീ ഭർത്താവിന്റെ മേളിലാവണ്ട. നീ ഭാര്യയാവണ്ട. അതിന് ലേശം കഴിവ് വേണം, മനസ്സിലായില്ലേ? ഒരു ബിസിനസ് പോലും നിങ്ങൾ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. അതാണ് ഈ ക്ലൈൻസ് വന്ന് നിൽക്കുന്നത്. എടോ അത് എന്റെ ക്ലൈൻസ് ആണ്, അവരൊരു ആപത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അത് എന്താന്നുള്ള പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ അവരെ വിളിച്ചിരിക്കുന്നത്. ആപത്തിൽ നിന്ന് നിൽക്കുന്നവരെ രക്ഷിക്കുന്ന ബിസിനസ്സാണ് ഞങ്ങളുടെ ബിസിനസ്. ഇതിന്റെ ആവശ്യമില്ല നിന്റെ അടുത്ത് കേട്ടോ. കൈകൊണ്ട് സംസാരിക്കണം ഭർത്താവ്. നിന്നത് പോണേ. സാധാരണ ജോലി സംബന്ധമായ പ്രശ്നം ഒന്നും വീട്ടിലോട്ട് കൊണ്ടുവരാറില്ലല്ലോ. എന്റെ അച്ഛ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നം അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂട്ടായിട്ട് ഇരുന്ന് എല്ലാം കൂടെ പരിഹരിച്ച് പ്രശ്നം പരിഹരിക്കണം. കൂട്ടായിട്ട് തന്നെ ഇരുന്ന് പരിഹരിക്കുക തന്നെ ചെയ്യണം. ഈ വാഴക്ക് ഈ വാഴക്ക് അത് കറക്റ്റ്. നീ വിട്ടത് നീ ഒറ്റ വിളിച്ചാണ് ഇതിന്റെ പ്രശ്നത്തിന് കാരണം. നീ ഞാൻ പറയുന്നത് വരെ ഒറ്റ വെള്ളം വായ എടുത്തു പോലും ശബ്ദിച്ചു പോരുത്, പറഞ്ഞേക്കാം. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയാം. യെസ് പ്രൊസീഡ്. യെസ് യുവർ ഓണർ. ഈ നിൽക്കുന്ന എന്റെ കക്ഷികൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് അഡ്വക്കേറ്റ് ക്ലാര ആയ ഞാൻ ഡിവോഴ്സ് വാങ്ങിക്കൊടുത്തതാണ്. അതുകൊണ്ട് കയറി സംസാരിക്കാതെ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ ഇടപെടും. അച്ഛാ ആദ്യം ക്ലാര പറയാനുള്ള പറയട്ടെ. മൈ ലോർഡ്, ഇവർക്ക് സെപ്പറേറ്റ് ആവാൻ അതിന്റേതായ റീസൺസ് ഉണ്ട്. നിർത്തി ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ശല്യോ? എന്ത് ശല്യം? ഒരു ശല്യമില്ല. പറയാനുള്ളതൊക്കെ അവര് പറഞ്ഞോളൂ. ഞാനാണ് ഇവിടെ അഡ്വക്കേറ്റ്, ഞാൻ പറയും. നീയാണ് ഇവിടുത്തെ അഡ്വക്കേറ്റ്. നീ പറയും, ഇല്ലാത്തൊക്കെ ഉണ്ടാക്കി വെച്ച് കെട്ടി പറയും, ഉള്ളതൊന്നും പറയൂ. നിർത്ത അവർക്ക് പറയാനുള്ളത് അവര് പറയും. ആട്ടെ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ഇവന് ഒത്തുചേർന്ന് പോവില്ല. ഞാൻ അവള് തമ്മില് ഒട്ടും ശരിയാവില്ല. എക്സ്ക്യൂസ് മീ യുവർ ഓണർ, ലവനും ശരിയാവാത്തത് കൊണ്ടാണ് മിസ്സിസ് ക്ലാര ഇവർക്ക് ഡിവോഴ്സ് വാങ്ങിക്കൊടുത്തത്. ഈ ഡിവോഴ്സ് വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് ലവളെ കൊണ്ട് ലവനെയും കൊണ്ട് നമ്മൾ കല്യാണം കഴിപ്പിക്കാൻ പോകുന്നത്. ഈ പറയുന്ന ലവനാണ് ഇതിനെല്ലാത്തിനും പ്രശ്നം. ഈ നിൽക്കുന്നില്ല ഇവനാ. ഇത്രയും തങ്കപ്പണ പോലത്തെ ഒരു പയ്യനെ ഞാൻ ജന്മത്തെ കണ്ടിട്ടില്ല. അച്ഛാ ഇവനിനി എന്തേലും പറഞ്ഞോണ്ടല്ലോ ഞാൻ കുളത്തിലടി ഞാൻ പറഞ്ഞിട്ടുണ്ടോ? കോടതിക്കകത്ത് ഇത് പുറത്തുള്ള കൂതറ വർത്തമാനം പറയിപ്പിക്കുന്നു. അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. കോടതിക്കകത്ത് കഴിഞ്ഞോണ്ട് ഇങ്ങനെ കൂതറ വർത്താനം പറയരുത് ക്ലാരെ. ആട്ടെ, എന്താണ് അവന്റെ പ്രശ്നം? എന്റെ അച്ഛ ഇവന്റെ മനസ്സിൽ ഒന്നും ഇരിക്കത്തില്ല, എല്ലാം വിളിച്ചു പോവും. നീ എന്ത് മണ്ടനാടാ. ഭാര്യയോട് ആരെങ്കിലും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയൂടാ. എന്താ പറഞ്ഞാല്? അപ്പൊ നിങ്ങൾ എന്നോട് എന്തെല്ലാം കാര്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട്? അത് പറഞ്ഞിട്ട് ഇനി ഒരു തീർപ്പ് മതി. അമ്മേ അച്ഛ, ആദ്യം ഇവരുടെ പ്രശ്നം ഒന്ന് തീരട്ടെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രശ്നം നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. പോരെ? ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കേസിൽ ഒരു തീർപ്പാക്കിയിട്ട് ഈ ഭാമ ഇവിടുന്ന് പോവുള്ളൂ. ഇപ്പൊ ഇതൊന്നും കണ്ടിന്യൂ ചെയ്തേ. നിനക്ക് രഹസ്യം ഉണ്ടല്ലേ? ശരിയാക്കി തരാം. നിങ്ങൾ പറ പിള്ളേരെ. ഇവന് എല്ലാ കാര്യം തുറന്നു പറയും, ഇവന്റെ മനസ്സിലൊന്നും നിൽക്കില്ല. എല്ലാ കാര്യം തുറന്നു പറയുന്നത് നല്ലതല്ലേ മക്കളെ? അവനെല്ലാം നിന്നോട് പറയുമല്ലേ? എന്നോട് പറയണെങ്കിൽ കുഴപ്പമില്ല, അവന്റെ അമ്മയോട് ഇതൊക്കെ പറയുന്നത്. മോനെ, അമ്മയോട് നീ എല്ലാ കാര്യവും പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ നിന്റെ ഭാര്യയോട് എന്തെങ്കിലും പറയുന്നത് നിനക്ക് പ്രശ്നമുണ്ടോ? ഭാര്യയോട് പറയുന്നതില് പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെന്താ, പറഞ്ഞൂടെ? പറയാം. അപ്പൊ ഇനി നിങ്ങളുടെ പ്രശ്നം എന്താ? പ്രശ്നം ദേഷ്യപ്പെടുന്നത് എന്തിനാടാ? എന്താ മോളെ പ്രശ്നം? അച്ഛാ, ഇത് തന്നെയാണ് പ്രശ്നം. ഇവനോട് എന്നെ ഒന്ന് സ്നേഹത്തോടെ മോളേന്ന് വിളിക്കാൻ പറഞ്ഞു നോക്കിയേ. അവനെ നീ ഒന്ന് മോളെന്ന് വിളിച്ചേ. ഇങ്ങനെയാണ് ഇവൻ എന്നെ മോളേന്ന് വിളിക്കുന്നത്. എനിക്കൊരു ഉമ്മ തരട്ടേന്ന് ചോദിച്ചാൽ അത് നാട്ടുകാർ മുഴുവൻ കേൾക്കും. എന്നിട്ട് അവർ എന്നോടൊന്നും ചോദിക്കും, ഉമ്മ കിട്ടിയോ മോളേന്ന്. അച്ഛൻ അവനോടൊന്നും ചോദിച്ചേ, ഒരു ഉമ്മ തരട്ടേന്ന് ചോദിക്കാൻ. മക്കളെ, ഒരു ഉമ്മ തരട്ടെന്ന് നീ ഒന്ന് ചോദിച്ചേ. അനിയടാ, റൊമാൻസ് ഇട്ട് പറയണം കേട്ടോ, എന്നാലേ കേൾക്കുമ്പോൾ ഒരു സുഖം വരും. അച്ഛാ കേട്ടല്ലോ, ഇതാണ് ഇവരുടെ പ്രശ്നം. ഈ കേസ് നടന്നിട്ട് ഇപ്പൊ 2 വർഷമായിരിക്കുന്നു. എന്നിട്ട് കുട്ടിക്ക് കിട്ടിയായിരുന്നോ? എന്ത്? ഉമ്മ.
നല്ല കാര്യമില്ലേ ഞാൻ ചോദിച്ചത്? അതിന്റെ പ്രശ്നമാണല്ലോ ഇവിടെ വന്നിരിക്കണത്. ഉമ്മ അത്രയും വലിയ വിഷയമാണോ? അച്ഛാ സംഭവം ഇത്രേ ഉള്ളൂ. ഒരാൾക്കാണെങ്കിൽ ഒറ്റത്തി വർത്താനം പറയും, വേറൊരാണെങ്കിൽ മനസ്സിൽ ഒരു കാര്യവും സൂക്ഷിക്കില്ല, എല്ലാം പറയുകയും ചെയ്യും. അങ്ങനെ എങ്ങനെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാ? അപ്പൊ ഉമ്മയും അമ്മയാണ് പ്രശ്നമല്ലേ? എന്റെ അച്ഛാ ഈ ചെറിയ കാര്യം എന്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പേ വലുതായി. അവർക്ക് ലൈഫിൽ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലെത്തി. പിന്നെ ഈ ടോക്സിക് ലൈഫിനെക്കാട്ടിലും എന്തുകൊണ്ട് നല്ലത് ഇവർ സെപ്പറേറ്റ് ആണെന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. ഡിവോഴ്സ് ചോദിച്ചു, ഞാൻ കൊടുത്തു. ആ ഇപ്പൊ ഡിവോഴ്സ് ആയല്ലോ. ഡിവോഴ്സ് ആയ സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റ കല്യാണം നടത്തുന്നതല്ലേ അച്ഛാ നല്ലത്? എന്റെ മോനെ, ഒരു മാറ്റ കല്യാണം നടത്തിയാലേ നാളെ വേറൊരു പ്രശ്നം ഉണ്ടാവില്ല. നിനക്ക് എന്താ ഉറപ്പ്? ആ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് വേറെ ഡിവോഴ്സ് മേടിച്ചാൽ കൊടുത്താ പോരെ? യെസ്, ഡിവോഴ്സ്. അവിടെയാണ് മാറ്റ കല്യാണം. അതായത് ഡിവോഴ്സ് ചെയ്തതിനു ശേഷം ഇവരെ കൊണ്ട് വീണ്ടും കല്യാണം കഴിപ്പിക്കുന്നു. ഇവളെ കൊണ്ട് യവനെയും, ഇവളെ കൊണ്ട് യവനെയും. ഇവർ വീണ്ടും ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മാറ്റ കല്യാണം. യവനെ കൊണ്ട് യവളെയും, യവളെ കൊണ്ട് യവനെയും. ദാറ്റ്സ് ഓൾ. ചുമ്മാ ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കുന്നത് കുട്ടിക്കളി അല്ല, ലൈഫ് മാറ്റേഴ്സ്. വരുമാനം ഇല്ല ക്ലാരെ, എന്തിനാ ഇവരെ വേർപിരിച്ചിട്ട്? നമ്മൾ അനാഥരല്ല, അവർ ഗുണ്ടകളുമല്ല. പോണവിടെ ഇരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്നോടും കൂടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാ നീ ഓക്കെ ആണോ? എന്റെ അച്ഛൻ ചെവിയാക്കൂല, അതുകൊണ്ട് ഞാൻ പണ്ടുവരെ ഇതിൽ ഒറ്റയ്ക്ക് സംസാരിക്കാറുള്ളൂ. ഇനി ഞാൻ ശബ്ദം കുറച്ച് സംസാരിച്ച് ഞാൻ ഓക്കെയാണോ? മക്കളെ ഒന്ന് പതിയെ പറയടാ. ഞാൻ ശബ്ദം കുറച്ച് സംസാരിച്ച് ഓക്കെയാണോ? കണ്ടോ, 2 വർഷത്തിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നാനെ. 1ഉം 2ഉം പറഞ്ഞ് കാട് കയറി സംസാരിച്ചതിന്റെ പേരിലാ ഡിവോഴ്സ് ആയത്. മനസ്സിലായോ? അച്ഛാ ഇവിടെ കണ്ടോ, 40 കൊല്ലമായി. അയ്യോ എന്തൊരു അടി ഇടി തൊഴി എല്ലാം നടന്നു. എന്നിട്ടും ആടി ഒലയാതെ ഈ കപ്പൽ പൊക്കൊണ്ടിരിക്കുന്നുണ്ടോ? നിങ്ങൾ സന്തോഷത്തോടെ പോയി ജീവിക്കാൻ നോക്കും മക്കളെ. ഒബ്ജക്ഷൻ മൈലോഡ്. എന്താ ഒബ്ജക്ഷൻ? അല്ല ഇവരെന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ആ സ്ഥിതിക്ക് ആ കല്യാണം സേതുസ് വെഡിങ് പ്ലാനർ നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അത് വേണ്ട, അവരെ വേറെ ഏതെങ്കിലും നല്ല സ്ഥലത്ത് കൊണ്ടേ കല്യാണം നടത്തിക്കോളൂ. ഹലോ, ഇത് കോഴിപ്പേരയല്ല. ആ എഴുതി വെച്ചിരിക്കുന്നതേ സേതു ഹാപ്പി വെഡിങ് പ്ലാനർ എന്നാണ്, അല്ലാതെ ഇറച്ചിക്കടയെന്നല്ല. അച്ഛനും അമ്മയെ കൂടെ മക്കളെ ജീവിക്കാൻ സമ്മതിക്കും. അയ്യോ എന്നാ അത് വേണ്ടടാ ബേ. അവര് പോയി സുഖമായിട്ട് ജീവിക്കട്ടെ. മക്കളെ നിങ്ങൾ പോടാ. അമ്മച്ചിയുടെ നുണയൊക്കെ കേട്ടോണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഉമ്മയെ കൊടുക്കണേടാ നാട്ടുകാർ കേൾക്കാം. അപ്പോഴേ ആ പ്രശ്നം കഴിയല്ലോ. ഇനി ഈ പ്രശ്നം പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ വഴക്കുണ്ടാക്കരുത്. കല്യാണം നോക്ക്. ഞാൻ കയ്യൊന്ന് കൊടുത്ത് കയ്യൊന്ന് കൊടുക്കണം അങ്ങോട്ട്. കൈ കൊടുക്കും മോളെ. കൈ കൊടുക്കാൻ കൂടെ ആറ്റിറ്റ്യൂഡ് കൈ കൊടുക്ക്. കുടിക്ക്. എന്നാ പൊക്കെ എല്ലാവരും പോ. എല്ലാവരും പൊക്കോ. സന്തോഷമായിട്ട് പോ. നീയൊക്കെ എന്താ നോക്കിയിരിക്ക? എടാ എഴുന്നേറ്റ് പോടാ. അല്ലേ അങ്ങനെ ഒരു വിധത്തിൽ ആ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിച്ചു. അങ്ങനെ ഒരു പ്രശ്നം അവസാനിച്ചിട്ടില്ല. നിങ്ങൾ എവിടെ പോവാ? അവിടെ നില്ല്. ആ പറയാനുള്ളത് പറഞ്ഞിട്ട് പോയാ മതി. എന്താ പറയാനാ? എന്താ പറയാനെന്നോ, നിങ്ങൾ എന്തോന്നും ആ പിള്ളേരോട് ഭാര്യമാരോട് ഒരു രഹസ്യവും പറയരുതെന്ന് പറഞ്ഞു. നിന്നോടൊന്നും പറയാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് അവരോടൊക്കെ അങ്ങനെ പറഞ്ഞത്. നിങ്ങളെ പറഞ്ഞില്ല ബാമയുടെ തനി സ്വരൂപം നിങ്ങൾ കാണും. നിങ്ങൾ എന്താ ഇത്ര കാലം ഞാൻ അറിയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്താ വിളിച്ചു വെച്ചാ ഇനി പറയുന്നത്? എന്താ വിളിപ്പിച്ചത്? പിന്നെ നിങ്ങൾ വലിയ ജഡ്ജിയായിട്ട് ഇവിടെ ഇരുന്ന് പറയാതെ വായന്നങ്ങ് വീണല്ലോ. വായന വീണോന്നോ? നിന്റെ സ്വഭാവം കൊണ്ട് നീ ചെയ്ത ആ കാര്യം കൊണ്ട് തന്നെ പറഞ്ഞവരോട്. എന്നാ കാണിച്ചതാ? എന്താ കാണിച്ചോ? നീ ഒന്നും കാണിച്ചിട്ടില്ല. ഞാൻ എന്തോ കാണിച്ചത് നിങ്ങളോട്? എന്തെല്ലാം കാണിച്ചിട്ടുണ്ട് എന്നോട്? എല്ലാം ഇപ്പൊ വിളിച്ചു ആടിയിൽ ചെയ്ത കപ്പലിലെ ജാക്കിന്റെ അടുത്ത് റോസിന്റെ അടുത്ത് ഒരു കാര്യം ഞാൻ പറയണ്. നിങ്ങൾക്ക് മാറ്റ കല്യാണം വേണോ? വേണ്ടല്ല. ഒരു വിധത്തിലാണ് എല്ലാ കാര്യങ്ങളും ജീവിച്ചുകൊണ്ട് വരേണ്ടത്. മനുഷ്യന് മാത്രമേ അറിയോ. എനിക്കൊരൊറ്റ കാര്യത്തിൽ മാത്രമേ ഇപ്പൊ വിഷമമുള്ളൂ. എന്താടാ ആ പെണ്ണിന് ഉമ്മ കിട്ടി കാണുമല്ലോ.